ഞാനൊരു മദ്യാസ ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും പ്രോഗ്രാമിന്റെ സഹായത്താലും ദിവസം മദ്യവെച്ചിട്ടില്ല. എന്റെ പേര് ഷൈൻ. ഹായ് ഷൈൻ ബ്രോ. ഹായ് ഹായ്. ഹായ്. എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഹായ്. സന്തോഷം അങ്ങനെ ഹായ് കേൾക്കുമ്പോ എല്ലാവർക്കും കേൾക്കാം. എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയതിലും എനിക്ക് കാര്യങ്ങള് ഇങ്ങനെ ഇത്തരം ഈ കാര്യങ്ങള് ഒന്നുകൂടെ ഒന്ന് എന്താ പറയാ, ആൽക്കഹോളിക് അനോണിമസിലെ ഒരു മുന്നോട്ട് പോക്ക് അങ്ങനെയാണ്. ഈ സുഹൃത്തുക്കളോട് ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പം പഴമക്കാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എടുത്തതിനൊന്ന് ഉറപ്പിക്കലുണ്ട്, വായനകളുണ്ട്, വീണ്ടും വീണ്ടും വായിച്ചു വെക്കുക. അപ്പോൾ കുറെ കൂടെ കാര്യങ്ങൾ കിട്ടും. ഇത്തരം സ്പീക്കർ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ വീണ്ടും ആ പിന്നെ ബുക്കൊക്കെ എടുത്ത് വായിക്കാനുള്ള ഒരു അവസരം കിട്ടും. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു വെക്കാൻ ഉള്ള അവസരം കിട്ടും. എനിക്ക് എനിക്ക് താല്പര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറെ സഹായങ്ങൾ കിട്ടും. ദൈവാനുഗ്രഹമാണ്. സുഹൃത്തുക്കളുടെ ഒരു പിന്നെ എന്താ പറയാ, ഒരു പ്രോത്സാഹനമാണ് ഇത്തരം കാര്യങ്ങൾ. ഈ ഇതിനിടയിൽ ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഇതിനകത്ത് നോക്കുമ്പോ ഞാന് ഇപ്പൊ ഒരു സന്തോഷം എന്ന് പറയുന്നതില് സന്തോഷം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, ഈ നിമിഷത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആശങ്ക എന്ന് പറഞ്ഞൊരു സാധനം വരുമ്പം ഈ സന്തോഷം ഇല്ലാണ്ടാവും. ഇവിടെ ഇപ്പൊ നോക്കാം, എന്നെ ബാധിക്കാതിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് എത്ര പേർ ഇപ്പോൾ ഈ പരിപാടിയിൽ കയറി എന്നത് എന്നെ ആശങ്കപ്പെടുത്തുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയൊരു കാര്യമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇന്നത്തെ സ്പീക്കർ മീറ്റിംഗിൽ എത്ര പേര് പങ്കെടുക്കുന്നു, അതില് പങ്കെടുക്കുന്നവരാര്, അല്ലെങ്കിൽ എത്ര ആളുടെ എണ്ണം എത്ര, ഇത്തരം ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ എന്നെ അത് ആശങ്കപ്പെടുത്തുന്നില്ല എന്നുള്ളത് വലിയ സൂക്ഷ്മത ഇതിനൊരു ആവശ്യമുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ കടന്നു വന്നിട്ട് പിന്നെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഓരോ ദിവസത്തിലും അപ്പൊ അവിടെ കേട്ടിട്ടുണ്ട് ഈ പുരോഗതി എന്ന് പറയുന്ന കാര്യം. ഈ നിമിഷത്തിൽ ആലോചിക്കുമ്പോൾ ആദ്യത്തെ പുരോഗതി അതാണ്. കാരണം ഞാൻ ഇതിപ്പോ പണ്ടെങ്ങനെ ഏതിക്കൂടെ കടന്നു വന്നു എന്നൊക്കെ ആലോചനയിലേക്ക് പോകുമ്പോൾ ഈ നിമിഷം ഞാൻ പറഞ്ഞ കാര്യമാണ്. എണ്ണം അന്നും അല്ല എന്നെ സംബന്ധിച്ച്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, നന്ദി എന്ന് പറഞ്ഞത് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയല്ലോ എന്നുള്ളതാണ്. ഈ ഒരു അവസരം കിട്ടുമ്പോൾ അത് എന്നെ കൂടുതൽ പ്രാപ്തനാക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ ഈ ഇരിക്കുന്ന ഒരു സന്തോഷവും ഈ ഒരു സ്വാതന്ത്ര്യവും ഇതുപോലെ എനിക്ക് എത്തിച്ചേരുമെന്ന് ഒരിക്കലും ഞാൻ സംശയം ഉണ്ടായിരുന്നു എനിക്ക്. ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇന്നത്തെ ഈ നിമിഷമുള്ള ഒരു സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലും ഒക്കെ ഞാൻ എത്തിച്ചേരുമോ എന്ന് ഞാൻ ഒരു സമയത്തൊക്കെ ഞാൻ ആലോചിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ ചില ആശങ്കകളും സന്തോഷവും സങ്കടമൊക്കെ കടന്നു വരുമ്പോൾ ഒരു തരം മുൻചുണ്ടി, ഒരു തരം അസ്വസ്ഥത, അസംതൃപ്തി, ചിലപ്പോൾ ഒരു കൗതുകം നഷ്ടപ്പെടല്, ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ ആദ്യം വന്നപ്പോ കുറെ 9-ാം പടി കേൾക്കുന്നു. അപ്പോഴേ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്റെ പല കുഴപ്പങ്ങളും, പലരോടും എനിക്കുള്ള വിരോധങ്ങളുണ്ട്, എന്നോട് അവൻ ചെയ്ത കുഴപ്പങ്ങളുണ്ട്, അതെന്നെ മനസ്സിൽ ഇങ്ങനെ വലയ്ക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് മുക്തി നേടണം. അപ്പൊ എന്തൊക്കെ ഇൻഫർമേഷനുകൾ കിട്ടാം. എൻ്റെ ആദ്യ കാലത്തെ ആദ്യത്തെ സ്പോൺസർ എന്നോട് നേരിട്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അന്ന് സംസാരിക്കുമ്പോൾ ആഗ്രഹത്തോടു കൂടി ഞാൻ കേൾക്കുകയാണ്, എന്താ കേൾക്കുന്നത്. പക്ഷെ അപ്പൊ എനിക്ക് ആഗ്രഹത്തോട് കേൾക്കാനുള്ള താല്പര്യം എനിക്കുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഒരാൾ
കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടുത്ത വീട്ടിലെ കിണറ്റില് ഒരു ദേഷ്യത്തിന്റെ പേരിൽ, അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ ഇങ്ങനെ ചിന്തിക്കാം, അതിര് തർക്കങ്ങൾ നടക്കുന്നത്, മനുഷ്യന്മാര് തമ്മിലുള്ള പിന്നെ അടികള്, വെല്ലുവിളികള്, ഇതെല്ലാം ഒരു കഥയും സിനിമയും ഒക്കെ ഇഷ്ടപ്പെടുന്ന, എത്ര നേരം വേണോ അതിൻ്റെ ഒപ്പം ഇരിക്കുന്ന, ഞാനൊരു 10-30 വയസ്സിന് മുമ്പ് എൻ്റെ വീടിനകത്ത് ഏറ്റവും മുന്നിൽ ലൈബ്രറിയാണ്. അവിടെയുള്ള എല്ലാ വലിയ ഈ പുസ്തകങ്ങൾ വായിച്ചേക്കുന്നത് ചിലപ്പം ഓരോ സമയത്തും അത് ഇന്നും അത് തന്നെ മാറി മാറിയുള്ള ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കും വരിക. ചിലപ്പം അന്ന് വായിക്കുമ്പം മുട്ടത്തുവർക്കിയുടെ കഥയായിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് പിന്നെ എന്താ പറയുക, വലിയ സ്റ്റാൻഡേർഡ് ഉള്ള കഥയായിരിക്കാം ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ തമിഴ് ഡപ്പാംകുത്ത് പാട്ടായിരിക്കാം ഇഷ്ടം എന്ന് പറയുന്നത്. ഇഷ്ടങ്ങളും ഓരോ നിമിഷത്തിനും ചിന്തയ്ക്കും അനുസരിച്ചൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വരും. അത് കുറെ എന്തൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം ഈ നോവലുകളൊക്കെ അപ്പം അപ്പൊ അങ്ങനെ ഒരു നോവലൊക്കെ വായിക്കാനുള്ള താല്പര്യം എന്തായാലും സിനിമകൾ ഒന്നും കാണാത്ത ഒന്നും ഉണ്ടാവില്ല. ഇന്നും അത് കാണുന്നുണ്ട്. എൻ്റെ ഏകാരനായ സുഹൃത്തുക്കൾക്ക് പലരെയും പലരും അങ്ങനെ താല്പര്യത്തോടെ സിനിമ കാണുന്നവരെയും ഞങ്ങളുടെ അടുത്തുണ്ടും തന്നെ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം, എൻ്റെ സ്പോൺസർ പറഞ്ഞു, അന്നത്തെ സ്പോൺസർ, അപ്പൊ അന്നത്തെ സ്പോൺസർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പറഞ്ഞാല്, ഈ പടികൾ ചെയ്യാനുള്ള താല്പര്യം എന്ന് പറയുമ്പം ചിലപ്പോൾ 9-ാം പടിയെ കുറിച്ച് പറയും, 8-ാമത്തെ പടിയുടെ കാര്യത്തെ കുറിച്ച് പറയും, 5-ാമത്തെ പടിയെ കുറിച്ച് പറയും. അപ്പൊ ഇതിലേക്ക് ചില കാര്യങ്ങൾ എൻ്റെ താല്പര്യം ഉണർത്താൻ അദ്ദേഹം പറയുന്നത് ആണ്. സത്യത്തിൽ 1, 2, 3 പടികൾ അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം, ഒരു തർക്കത്തിന്റെ പേരിൽ ഒരു മദ്യാസക്തൻ അടുത്ത വീട്ടിലെ കിണറ്റില് എന്തൊക്കെയോ വേണ്ടാത്തതൊക്കെ എന്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കൊണ്ട് കെട്ടിത്തൂക്കി ഇറക്കി അതിനകത്ത് ഇട്ടു. ആ വെള്ളമാണ് അയൽവാസിക്ക് ഒരു കുടിച്ചത്. അപ്പം അതിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. ഞാനിങ്ങനെ ആലോചിച്ചപ്പോ അത് വേറൊരു പിന്നെ ഈ സുരേന്ദ്രൻ പിള്ളയുടെ ഒരു കള്ളൻ സുരേന്ദ്രൻ പിള്ളയുടെ ഒക്കെ കഥയിലും അതൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ജഡ്ജിയുടെ കിണറ്റിൽ അയാൾ കൊണ്ടിട്ടത്, എന്തായാലും അടുത്ത വീട്ടിലെ കിണറ്റിൽ കൊണ്ടിട്ടു. അപ്പൊ കുടിയൊക്കെ നിർത്തി. വർഷങ്ങൾക്ക് ശേഷം അയാള് 1, 2 അങ്ങനെ സ്പോൺസറെ കണ്ടുപിടിച്ചു. 1 മുതൽ 8 വരെയുടെ പടികൾ ചെയ്തു. കാരണം വെച്ചാല് അതൊരു ഒരുക്കമാണ്. ഓരോന്ന് ചെയ്തു വന്ന് 9-ാമത്തെ പടി പരിഹാരം. ആ പരിഹാരം ചെയ്യാനുള്ള ഒരു ശേഷി, ത്രാണി, മാനസികാവസ്ഥ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അതിനുശേഷമാണ് എന്നാലേ ശരിയായ രീതിയിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അയാൾക്ക് ആ ലിസ്റ്റിൽ ഉണ്ട് ഈ അടുത്ത വീട്ടിലെ ആളുടെ കിണറ്റില് അവശിഷ്ടങ്ങൾ കൊണ്ട് ഇട്ടതിന്റെ ഒരു കാര്യമുണ്ട്. അപ്പൊ അയാള് സ്പോൺസറോട് സംസാരിച്ചു. സ്പോൺസറോട് സംസാരിച്ചിട്ട് അത് എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു പരിഹാരം എന്താണ്, എന്തായാലും ലാസ്റ്റ് തീരുമാനം അയാളുടെ അടുത്ത് പോയിട്ട്, ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ അന്നത്തെ ഒരു ഇതിലാണ് ചെയ്തു പോയത്. ഇയാളുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഉരുകുകയാണത്. എന്തായാലും ഒരു ദിവസം തെരഞ്ഞെടുത്ത് അയാള് ഈ പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അയാളെ വിളിക്കുന്നു. അപ്പൊ കുറച്ചു കാലമായിട്ട് കുടി നിർത്തി വച്ചേക്കുന്നതും അയാൾ ആകർഷകമായിട്ട് ജീവിക്കുന്നതൊക്കെ അയൽവാസി കാണുന്നുണ്ട്. പക്ഷെ ഇത് അയാൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അവിടെ ചെന്നു അദ്ദേഹത്തോട് അതൊക്കെ ഇത്തരം കാര്യം പറയുമ്പം വളരെ ലളിതമാണെങ്കിലും എത്ര മാനസികമായിട്ട് എത്ര ഒരു പ്രത്യേക അവസ്ഥയിലായിട്ട് വേണം ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു.
അയാൾ ഇതെല്ലാം കേട്ടു തന്നു. പെട്ടെന്ന് അയാൾ വീടിനകത്തേക്ക് അങ്ങ് പോയി. വീടിനകത്തേക്ക് പോയി കഴിഞ്ഞ് അപ്പം ഇയാളുടെ മനസ്സിൽ വെട്ടുകത്തി എടുക്കാനാണോ തിരിച്ചു വന്നിട്ട് തല്ലാനാണോ എന്നുള്ള ചിന്തയുമായി നിൽക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അകത്തേക്ക് പോയത് എന്തിനാണെന്നാണ് അടുത്ത ആൾ പറയുന്നത്. അയാള് അവിടെ ദൈവത്തിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയുടെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ, ഇയാൾക്ക് വേണ്ടിയിട്ട്. കാരണം ഈ കാലമാണെന്ന് എന്തെങ്കിലും സംഭവിക്കണമേ എന്നുള്ള ഏത് നിമിഷത്തെയും അയാളുടെ കുറെ ഏറെക്കാലം അയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും വേണ്ട, അയാൾക്ക് ആ പറഞ്ഞതിനുള്ള ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാണ് അയാൾ പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്പോൺസർ അന്ന് ഈ കാര്യം പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, ഇതിനെല്ലാം ഒരു പരിഹാര മാർഗങ്ങൾ ഓരോരുത്തർ ചെയ്തതും. അപ്പോൾ ബിഗ് ബുക്കിൽ പലവട്ടം ആ 9-ാം പടിയുടെ ഭാഗം എടുത്ത് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം സങ്കല്പത്തിൽ മാത്രം ഇങ്ങനെ നടക്കുക. കാരണം അതിനിടയ്ക്ക് തോന്നുന്ന എല്ലാവർക്കും പോകുന്ന കാര്യം ഈ 1, 2, 3 എല്ലാം പോയി. അതിനിടയ്ക്ക് ഞാൻ പോയിട്ട്, ഞാൻ പണ്ട് ഒരുത്തനോട് ഒരു കുഴപ്പം ചെയ്ത് പോയിട്ട് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ എൻ്റെ സംഭാഷണത്തിന്റെ കൂട്ടത്തിൽ ഞാൻ ഇതൊക്കെ പെടുത്തിയിട്ട് എന്നോട് ക്ഷമിക്കുക കേട്ടോ, അന്ന് വെള്ളമടിക്കുന്ന കാലത്തായിപ്പോയി. പക്ഷെ എനിക്ക് പിന്നെ തോന്നി അതൊന്നും ഒരു സംതൃപ്തി എനിക്ക് തന്നില്ല. അപ്പോഴേ എനിക്ക് തോന്നി ഇത് പതുക്കെ പതുക്കെ എന്നിൽ, ഇന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എന്നിൽ മനസ്സിലാവുന്നു, ഒരു സ്പോൺസറെ കണ്ടുപിടിച്ച് 1-ാമത്തെ പടി കൂടി ചെയ്തു വന്ന ശേഷം ഞാൻ 9-ാമത്തെ പടിയിലെ പരിഹാരങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംതൃപ്തി വളരെ വലുതായിരുന്നു. അത് ഞാനിപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൽ പറയുന്നതിനൊക്കെ അല്ലെങ്കിൽ പരസ്യം പറയുന്നതിനൊക്കെ അല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. കാരണം ഞാനും പല ഘട്ടത്തിൽ കൂടെ, ഞാനും പല രീതിയിൽ അതൊക്കെ ചെയ്തു നോക്കി. പെട്ടെന്ന് അവനെ ഒരു ദിവസം ഞാൻ അവൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, പറ്റിയ അവസരം, ഞാൻ അവനോട് വലിയൊരു കുഴപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോ അവൻ എന്നോടൊന്ന് മിണ്ടി വർത്താനമൊക്കെ പറയണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഇതൊക്കെ ഒന്ന് പോണം. ഈ സമയം തന്നെയാണ് 9-ാം പടിക്ക് നല്ലത്. എന്നെ ഈ കഥയൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, എനിക്കൊരു സുഖമായിട്ട് ജീവിക്കണം, സംതൃപ്തി വേണം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു ശരിയായ ഒരു രീതിയായിട്ട് തോന്നിയില്ല. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു, അപ്പൊ പിന്നെ ഞാൻ എവിടെയോ കേട്ടു, ഈ ഞാൻ ആരും അറിയാത്ത എൻ്റെ ഉള്ളിലെ ഒരു കാര്യം രഹസ്യം പോയി, ഇപ്പൊ ഒരു 5-ാം പടിയിൽ പോലും ഒന്ന് പറയണമെങ്കിൽ മംഗലാപുരത്തെങ്ങാനും പോയിട്ട് എനിക്ക് അറിയാത്ത ഒരാളോട് പറയുന്നത് പോലെ അല്ല എൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒരാളോട് പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓരോന്ന് ചെയ്തു വന്നപ്പോഴാണ് പിന്നെ മനസ്സിലായത്. പക്ഷെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലായി, ഇത്തരം ഒരു സ്പീക്കർ മീറ്റിങ്ങിലായാലും ആൽക്കഹോൾസ് അനോണിമസിലായാലും പിന്നെ അന്ന് പറഞ്ഞു തന്ന പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. എൻ്റെ സ്പോൺസർ, ഞാൻ 9-ാം പടി ഒക്കെ ചെയ്യാൻ എന്നെ സഹായിച്ച സ്പോൺസർ, അദ്ദേഹം ആദ്യകാലത്ത് തന്നെ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഈ പഠിപ്പിക്കൽ എന്നൊരു സംഭവം ആരെയും പഠിപ്പിക്കൽ നടക്കൂല, ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കൽ നടക്കൂല. എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതിനെ ഒന്ന് എന്താ പറയാ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു സഹായിക്കൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ അതെങ്ങനെ ചെയ്യണം കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അത് ഞാൻ പിന്നെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. അപ്പോ ഈ പരിഹാരം ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ അതിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഇത്രയും പടികൾ ചെയ്തു വരുമ്പോൾ ആ സ്പോൺസർ മാറ്റി ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഈ 9-ാം പടി ചെയ്തത്. സ്പോൺസറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തത്, അതെങ്ങനെ ചെയ്യണം. അതിന് കാലതാമസവും കാര്യങ്ങളും
ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സ്പോൺസറുമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടും 9-ാം പടി പിന്നെ നമ്മുടെ 12 പടികളും 12 പാരമ്പര്യത്തില് 86-ാം പേജില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്പോൺസറുടെയോ ആത്മീയ ഉപദേഷ്ടാവിന്റെയോ മുന്നിൽ ഈ പ്രശ്നം നമ്മൾ അതായത് അവിടെ പിന്നെ 86 നമ്മുടെ സ്പോൺസറുടെയോ ആത്മീയ ഉപദേഷ്ടാവിന്റെയോ മുന്നിൽ ഈ പ്രശ്നം നമ്മൾ അവതരിപ്പിക്കുമോ? തീർച്ചയായും. ഇതിനൊന്നും എല്ലാ വിഷമസ്ഥിതിക്കും യോജിക്കുന്ന ഉചിതമായ ഉത്തരങ്ങൾ ഒന്നുമില്ല. പക്ഷേ കിട്ടിയിരിക്കുന്ന പരിസ്ഥിതികൾക്കനുസരിച്ച് സാധിക്കാവുന്നിടത്തോളം ആഴത്തിലും വേഗത്തിലും പരിഹാരം ചെയ്യാനുള്ള പൂർണ്ണമായ മനസ്സുണ്ടാവുകയാണ് അവയ്ക്കെല്ലാം ആവശ്യം. അവിടെ സ്പോൺസറോട് പറഞ്ഞിട്ട് ചർച്ച ചെയ്യണം എന്നുള്ളത് 12 പടിയും 12 പാരമ്പര്യങ്ങളുടെ 86-ാം പേജിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ പിന്നെ പലതും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇന്നത്തെ ഈ വിഷയത്തിൽ പറയുന്ന ഹെഡിങ്ങിൽ പറയുന്ന ഈ പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും യഥാർത്ഥത്തില് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന ശേഷം എന്നെ ഏറെ ത്രസിപ്പിച്ച, അതിനെ കേട്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ വലിയ ഒരു ഉന്മേഷം തോന്നുന്ന ഒരു കാര്യം പറഞ്ഞാല് ബിഗ് ബുക്കില് 82-ാം പേജിലെ ഈ 9-ാം പടിയുടെ വാഗ്ദാനം ആയിട്ട് കൊടുത്തേക്കുന്ന ആ പാരഗ്രാഫാണ്. നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന്, അത് എല്ലാ മീറ്റിങ്ങിന്റെ അവസാനം, പല മീറ്റിങ്ങിന്റെ അവസാനം അതിങ്ങനെ വായിക്കുകയും ചെയ്യും. അതൊരു എന്തോ ഒരു ഊർജം പകരുന്ന ഒരു കാര്യമായിട്ട് പല സുഹൃത്തുക്കളും പറഞ്ഞു കേട്ടിട്ടുകൊണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണ് എങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുത കരകന്തരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. അതൊരു എന്തോ ഒരു അപ്പം ഇതൊക്കെ പടികൾ ചെയ്യുന്നതിന് മുമ്പേ ആയപ്പോലും ഇത് ഉള്ളിക്കൂടെ ഒരു പ്രത്യേക ഒരു അനുഭൂതി, ഒരു മുന്നോട്ടുള്ള പോക്കിന് ഒരു സന്തോഷം പകർന്നു നൽകിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കുത്തിയടയ്ക്കുകയില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്നത് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ടെന്നത് ഒരു പ്രശ്നമല്ല. നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് ഞാൻ കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യത്തിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്ന് അകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെ കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊള്ളുന്ന പോലെ നാം അറിയുന്നു. ഇങ്ങനെ ഇത്തരം ഒരു സെന്റൻസ് ഒക്കെ എന്തോ ഒരു പ്രത്യേക ഒരു സുഖം നിറയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. 9-ാം പടി ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു വാഗ്ദാനത്തിൽ വരുന്നതാണ് ഈ പറയുന്ന ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. അപ്പോ പലപ്പോഴും ഈ കൺവെൻഷനുകൾക്കൊക്കെ പണ്ട് ഇപ്പൊ എല്ലാത്തിനും സംശയ, ഈ ഒരു സ്റ്റിക്കർ കാണുമ്പോൾ അതിനകത്ത് കുപ്പിയുടെ പടം വയ്ക്കാമോ, അല്ലെങ്കിൽ അപ്പൊ ചില സ്റ്റിക്കറിൽ, ഈ കൺവെൻഷനൊക്കെ വയ്ക്കുന്ന സ്റ്റിക്കറിൽ കുറെ മനുഷ്യന്മാർ കൈ കോർത്ത് ഒന്നിച്ച് മേലേക്ക് ചാടുന്നു. എന്നിട്ട് അപ്പോൾ അതിന്റെ അർത്ഥം പറഞ്ഞാൽ ഒരു ആനന്ദം, സ്വാതന്ത്ര്യം, സന്തോഷം, ആനന്ദം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുവരുമ്പം പതുക്കെ തോന്നുകയാണ് കുടി നിർത്തൽ മാത്രമല്ല, സ്വാതന്ത്ര്യം, സന്തോഷം, അതിലൂടെയൊക്കെ നീങ്ങാൻ ഞാനും തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെയാണ് 9-ാം പടിയുടെ 82-ാം പേജിലെ ഈ വാഗ്ദാനം വായിച്ചിട്ട് കിട്ടിയ ഒരു സുഖം. അപ്പൊ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറയുന്ന എപ്പോഴും കേൾക്കും, അംഗീകാരം ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? ഒരു അംഗീകാരം ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? ഏല് വന്നിട്ട് ഈ ഹായ് എന്ന് പറയുമ്പം തന്നെ ഇന്നും ആ ഒരു ഹായ് വിളി കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട്. അത് പലരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്.
ഹായ് ഹായ് എന്ന് പറയുമ്പം ഒരു സന്തോഷം. ആ അവിടെ പേരെടുത്ത് വിളിച്ചു പറയുന്നതിന് വീണ്ടും ഒരു സന്തോഷം. എല്ലാ മനുഷ്യന്മാർക്കും ആ എൻ്റെ പേര് എൻ്റെ പേര് ഇപ്പൊ എനിക്കുള്ള പേര് മറ്റൊരാളിങ്ങനെ ഞാൻ പറഞ്ഞു കേൾക്കാൻ കിട്ടുന്ന ഒരു സന്തോഷം, അതോടൊപ്പം ഹായ് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് ഷെയറിങ്ങിലൂടെ പലപ്പോഴും ഞാൻ കേട്ടു, ഇവിടെ വന്നപ്പോഴാണ് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചത്. പലരും പറഞ്ഞു എനിക്കൊരു സ്വാഗതം പറഞ്ഞത് ഇവിടെ വന്നിട്ടാണ്. അപ്പം മദ്യപിച്ച് എല്ലാവരും ഒറ്റപ്പെട്ട് കിടന്ന, ആരും ശ്രദ്ധിക്കാതിരുന്ന, ഒരു സ്ഥാനവും ഇല്ലാതിരുന്ന ഒരാള് ഒരു സുഹൃത്ത് മീറ്റിങ്ങിൽ വന്നിട്ട് പലപ്പോഴും പറയും, പിന്നെ എന്നെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് സ്വാഗതം കിട്ടിയത്. ആ അപ്പോഴ് അന്ന് ഇങ്ങനെ ഒരു ചിന്ത വന്നു. കാരണം ഈ പ്രധാനപ്പെട്ട പല ഇപ്പോ ഗവൺമെന്റ് മീറ്റിങ്ങിനായാലും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ മീറ്റിങ്ങിനായാലും ക്ലബിന്റെയോ ഒക്കെ മീറ്റിങ്ങിനൊക്കെ ആയാലും സ്വാഗതം ഒരാളെ പറയുള്ളൂ. സ്വാഗത പ്രാസംഗികൻ അധ്യക്ഷനെ ക്ഷണിക്കുന്നു, അതിനുശേഷം പിന്നെ സ്വാഗതം പറയുന്ന ആൾ പൊതുവെ പിന്നെ ഇപ്പോ സ്കൂളിന്റെ PTA സ്വാഗതം പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിന് പിന്നെ ഇന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് എന്നതൊക്കെ ഉള്ളതൊക്കെ ചുരുക്കി ഒരു അടിയടിച്ച് അങ്ങ് ഇരിക്കുകയുള്ളൂ. പിന്നെ ഒരു സ്വാഗതം കേൾക്കാറില്ല. പക്ഷേ മീറ്റിങ്ങിന് വന്ന ശേഷം എനിക്ക് തോന്നുന്നു വേറെ പേര് സ്വാഗതം ഇങ്ങനെ പറയും. അപ്പൊ ചിലപ്പോഴൊക്കെ തോന്നുന്നുണ്ടേ ഇത്രയും പേര് സ്വാഗതം പറയണം. അപ്പൊ ചിലര് വന്നിട്ട് വരെ ചേർത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ആ സ്വാഗതം കേൾക്കാൻ എന്തൊരു സുഖമാണ്, അത് ഹൃദയത്തിനുള്ളിൽ നിന്ന് പറയുന്നതാണ്. അപ്പൊ അത് പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നു. ആ ഹായ് വിളിയിലെ പേര്, ഹായ് ഇന്ന ആളിന്റെ പേര് പറയുന്നത് പലരും ഇഷ്ടപ്പെടുന്നു. അപ്പോ ഒരു അവഗണനയിൽ കിടന്ന് മദ്യാസക്തി എന്ന മാരകമായ ഒരു പിന്നെ അടിമത്തത്തിൽ കിടന്നിരുന്ന എന്നെ പോലുള്ള എന്നെയും ഏലും കടന്നു വന്ന ഓരോരുത്തർക്കും ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പടികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് ഈ പടികളെല്ലാം ഒരു ദിവസം ഈ പ്രതിദിന മന്നത്തിൽ ഓരോ മാസവും ഓരോ പടിയെ കുറിച്ചാണ്. അപ്പൊ അതുപോലെ തന്നെ പല മീറ്റിങ്ങുകളിലും ഓരോ പടിയെ കുറിച്ച് ഓരോരുത്തർ പറയും. പക്ഷേ ചില സ്പീക്കർമാരൊക്കെ സംസാരിക്കുമ്പം ഇപ്പൊ 9ാമത്തെ പടിയെ കുറിച്ചാണെങ്കിലും അവര് 1 മുതൽ പടികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് സംസാരിക്കും. 1, 2, 3 അങ്ങനെ തന്നെ സംസാരിച്ച് വരുള്ളൂ. അപ്പൊ ആലോചിക്കുമ്പോൾ അതൊരു കാര്യമുണ്ട്. കാരണം പറഞ്ഞാല് ഈ ഓരോ പടികളിലൂടെയും ഉള്ള അപ്പൊ ഉള്ള ആ ഒരു യാത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസിന് ശേഷമാണ് ആ 9ാം പടിയിലെ ഈ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് സജ്ജമാക്കുന്നതിന് ഈ ബാക്കി പടികൾ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് വളരെ പിന്നെ കൃത്യമായി പിന്നെ ചിട്ടപ്പെടുത്തിയേക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഇപ്പോ പ്രത്യക്ഷപരമായി പരിഹാരം ചെയ്യുന്നത് മൂലം അവർക്കോ മറ്റുള്ളവർക്കോ ഹാനി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരോടെല്ലാം കഴിയും വിധം പരിഹാരം ചെയ്തു. അപ്പോ ഇന്നാളിപ്പോ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അയാളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പലരുമായിട്ടുള്ള പിന്നെ ശണ്ടകള്, പിന്നെ പ്രശ്നങ്ങള്, ഇന്നിപ്പോ അവരുമായിട്ടൊക്കെ ഒന്ന് യോജിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് ഈ 9ാമത്തെ പടിയിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് 1 മുതൽ പടികൾ ചെയ്തു വരണം, സ്പോൺസറെ കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യം ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യം ചെയ്തിരുന്ന, ഇപ്പം എനിക്കും അങ്ങനെയായിരുന്നു. കുറെ 5ാമത്തെ പടി ചെയ്യുക ആദ്യ കാലങ്ങൾ ആലോചിച്ച് അതും ചിലരിൽ നിന്നൊക്കെ അങ്ങനെ കേട്ട കാര്യങ്ങളും ഉണ്ട്. 5ാമത്തെ പടി എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ മീറ്റിങ്ങിൽ പോയിട്ട് പറയാം.
അപ്പൊ കുറെ അന്നത്തെ ആദ്യ കാലത്ത് അങ്ങനെയാണ്, കുറേ കാര്യങ്ങൾ ഈ മീറ്റിങ്ങിൽ തന്നെ പറയാം, പിന്നെ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അന്ന് ആലോചിക്കുന്ന അതും കൂടെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് സുഖം സംതൃപ്തിയും പൂർണ്ണമായും കടന്നു വരൂ എന്നൊക്കെ ഞാൻ എന്റേതായ രീതിയിൽ പലതും ചിന്തിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് 6ാമത്തെ പടിയെ കുറിച്ച് വായിക്കുമ്പോൾ അതിൽ അപാകതയുണ്ട്, അത് മാറ്റണം. പക്ഷെ കൃത്യമായി ഏറെക്കാലത്തിന് ശേഷം എനിക്ക് വ്യക്തമായിട്ടും മനസ്സിലാവുന്നത് ആൽക്കഹോളിസം എന്ന് വെച്ചാൽ പല സുഹൃത്തുക്കളും അപ്പോ ചിലരൊക്കെ പടി അവരിപ്പോ 1ാമത്തെ പടിയിലെ മദ്യാസക്തി സമ്മതിക്കുകയും പിന്നെ ഇഷ്ടം പോലെ 12ാമത്തെ പടി ചെയ്യുകയും ചെയ്യുന്നൊക്കെ സുഹൃത്തുക്കളുണ്ട്. ചിലപ്പോൾ അവർക്ക് അത് മതി ആയിരിക്കാം. ഇപ്പൊ ആ ഒരു കുറ്റം പറച്ചിൽ തോന്നുന്നില്ല. അതും ഈ ആൽക്കഹോളിസം അന്വേഷണത്തിൽ കടന്നു വന്നതിന്റെ ഒരു ഇതാ. കാരണം പറഞ്ഞാല് മറ്റുള്ളവരെ ഇപ്പൊ ഒരു ദിവസത്തെ ഒരു 24 മണിക്കൂറിലെ ചില വിലയിരുത്തലുകളിൽ ചിലപ്പോൾ ഒരു 50% പോലും ചില സമയത്ത് എത്താൻ കഴിയില്ല. എന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യകാലങ്ങളിൽ അത് ഏതോ ഒരു സമയമായപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഒരു ദിവസം വന്നിട്ട് ഞാൻ വിലയിരുത്തുക എന്നെ കുറിച്ച്, അത് വിലയിരുത്തി നോക്കുമ്പോൾ ഒരു 50% പോലും കടക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ 50% കടക്കാൻ കഴിയാത്ത ഞാനാണ് അടുത്തവനെ കുറ്റപ്പെടുത്താൻ പോണത്. അപ്പൊ അവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കാരണം ഞാൻ കുറ്റപ്പെടുത്താൻ അത്ര നല്ലതല്ല. കാരണം 9ാം പടി കഴിഞ്ഞ ശേഷമുള്ള ഈ വാഗ്ദാനം പറയുന്നു, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലെ ഓരോ വ്യക്തിബന്ധങ്ങളും ശരിയായ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അത്തരം കുറ്റപ്പെടുത്തലുകളെ ഞാൻ ഒഴിവാക്കേണ്ടതുണ്ട്. ആ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കാതെ മുന്നോട്ടുള്ള ബന്ധം ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. 9ാം പടി ഇത്രയും വളരെ എളുപ്പത്തിൽ ഞാനിപ്പം 9ാം പടി സംസാരിക്കുമ്പോഴും കരഞ്ഞ് കണ്ണുകൾ കലങ്ങി ഏകനായിരുന്ന് വളരെ വിഷമിച്ച് ഇത് ഓരോന്ന് ഞാൻ എങ്ങനെ ചെയ്തു തീർക്കുമെന്ന് ആലോചിച്ച ഓരോ നിമിഷങ്ങളും ഞാനിപ്പോൾ ആലോചിച്ചു നോക്കാം. അത് ചിലപ്പോൾ ഇവിടെ ഇപ്പൊ പറയാൻ പോലും കഴിയില്ല. എങ്ങനെ അയാളൊന്ന് കാണും, എങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് പറയും, ഞാൻ അതിൽ എന്താ ചെയ്യുക. സ്പോൺസർ അതെനിക്ക് പറഞ്ഞൊക്കെ തന്നു, അയാൾ ഡിസ്കസ് ചെയ്തു എങ്കിൽ പോലും സ്പോൺസർ അല്ലല്ലോ പോയി ചെയ്യുന്നത്, ഇത് ചെയ്യാനുള്ളത് ഞാനില്ലേ. അപ്പോ എന്തുകൊണ്ടാണ് ഈ 9ാമത്തെ പടിക്ക് ഈ 8 അത് കഴിഞ്ഞിട്ട് 9 വച്ചേക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായി എനിക്ക് കാര്യം മനസ്സിലായി. അത്രമാത്രം കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് എനിക്കിത്. പക്ഷെ അതൊക്കെ തലേന്ന് ഇറക്കി വിട്ടാൽ മാത്രമേ ആ ഒരു സന്തോഷവും ആ ഒരു സ്വാതന്ത്ര്യവും പൂർണ്ണമായും എനിക്ക് അനുഭവിക്കാൻ കഴിയും. 1ാമത്തെ പടിയിലെ അനിയന്ത്രിതാവസ്ഥയിൽ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ പലപ്പോഴും ഭീകരമായ അനിയന്ത്രത. ഞാനിപ്പോ പറയുമ്പോൾ എന്നെ കേട്ടിരിക്കുന്ന ഓരോ സുഹൃത്ത് എന്നേക്കാളോ അതിനുപരിയോ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അനുഭവിച്ചവരാണ്. ഇന്നലെയും ഞാൻ മീറ്റിങ്ങിൽ ഒരു സുഹൃത്ത് ഒരു എന്താ പറയാ മുറിഞ്ഞ് വർത്തമാനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, അപ്പോ ഇവിടെ പറയാൻ കഴിയുന്നില്ല, എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പറയാൻ കഴിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നെ ഉള്ളിലിരിപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും ചിലർക്ക് ഈ ഒരു പ്രശ്നം ഇല്ലാതെ സന്തോഷത്തോടു കൂടിയിട്ട് പിന്നെ ആൽക്കഹോളിസം അന്വേഷണത്തിൽ ജീവിച്ച് പോകുന്നവരുണ്ടാകാം. ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാല് കുറച്ചു കാലം ഈ പടികളൊക്കെ പിന്നെ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഈ പടികളൊന്നും ചെയ്യാത്തവർ അവരെ അങ്ങ് ഉപദേശിച്ചിട്ടോ അവർക്കൊരു ക്ലാസ് കൊടുത്തിട്ടോ അവരെ പടികളിലേക്ക് വരാൻ കഴിയും എന്നുള്ളത് അതും അതിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്തയും അതിന് വലിയ കാര്യമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം. അവരുടെ ഉള്ളിലേക്ക് ഒരു പ്രചോദിപ്പിക്കുക എന്ന ഒരു കാര്യം മാത്രമേ നൽകാൻ കഴിയുള്ളൂ. പ്രചോദിപ്പിക്കുക എന്ന ഒരു കാര്യം മാത്രമേ നൽകാൻ കഴിയുള്ളൂ. എനിക്കറിയാം എന്നെക്കുറിച്ച് ചിലപ്പം ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല,
കേട്ടുകൊണ്ടിരിക്കുന്ന ഏക സുഹൃത്ത് ഇന്നലെ മീറ്റിംഗിൽ അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ ജീവിതത്തെ കുറിച്ച് ഞാനിങ്ങനെ ഇന്നലെ ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോടു കൂടി ഇപ്പൊ എൻ്റെ മകൾക്ക് MBBS അഡ്മിഷൻ കിട്ടിയ കാര്യം ഞാൻ പറയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഷെയറിങ്ങിൽ എന്നെ കുറിച്ച് അദ്ദേഹത്തിന് പരാമർശിക്കുന്നുണ്ട്. കാരണം ഞാൻ റിലാപ്സ് ആയിട്ട് ആദ്യമായിട്ട് വിളിക്കുന്നത് അദ്ദേഹത്തെ തന്നെയാണ്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടൗണിലെ അദ്ദേഹം എൻ്റെ ഒരു സംഭവത്തോട് അദ്ദേഹം പറയുകയാണ് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ ടൗണിലെ ഏറ്റവും ഒരു ഒരു പ്രത്യേക ഭയങ്കര അറിയപ്പെടുന്ന ബാറിൽ ഞാൻ ഈ റിലാപ്സ് ആയ ശേഷം പോയി അപ്പോ ഇരുന്ന് മദ്യപിക്കുകയാണ്. അപ്പോ ഭാര്യ ടൗണിന് മുകളിലുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. അവൾ ഇറങ്ങി വന്നിട്ട് എന്നെ പുറത്തേക്ക് വിളിക്കുക, കുടിക്കാൻ വാ വന്നിട്ട് ഇതാ കണ്ടാക്കാം. അകത്തിരിക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട്, പുറത്ത് നിൽക്കുന്നവർ നോക്കുന്നുണ്ട്. തൊട്ടടുത്ത സ്കൂളിലെ ടീച്ചറാണ് അവള്. എന്നെ വിളിക്കുക. ഈ കാര്യം കണ്ട് അദ്ദേഹവും ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹവും വന്ന് ആ വാതിലിന്റെ അപ്പുറം നിന്ന് എൻ്റെ ദയനീയ അവസ്ഥയിലേക്ക് പുറത്തേക്ക് വരാൻ വേണ്ടി വിളിക്കുകയാണ്. ഞാൻ അവര് വന്നതിന്റെ വളരെ കഠിനമായ ദേശത്തിൽ കടന്നു പോകുന്നു പറഞ്ഞ് അവിടെ നിന്ന് കച്ചറ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അത്രയും ശ്രദ്ധിക്കാത്ത ഞാനാണ് ഞാൻ പറഞ്ഞു അന്നത്തെ ആ ഒരു സാഹചര്യവും മകളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണ് ഇന്ന് മകൾക്ക് ഇങ്ങനെ ഒരു നല്ല രീതിയിൽ പഠിക്കാനുള്ള MBBS-നൊക്കെ അഡ്മിഷൻ കിട്ടിയ കാര്യം പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോട് കൂടിയിട്ട് എൻ്റെ ആ ഒരു കാര്യത്തെക്കുറിച്ച് അന്ന് ആ ടൗണിൽ അരങ്ങേറിയ പിന്നെ നടന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോ ഏറ്റവും ആദ്യം ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എത്രയോ പേരെ ചുറ്റുമുള്ള എത്രയോ പേരിൽ ആദ്യം ബുദ്ധിമുട്ടിക്കുന്ന കുടുംബത്തിലുള്ള ഭാര്യ, മക്കള്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്നലെ ആ പറഞ്ഞ ആള്. ഞങ്ങള് ഒന്നിച്ച് എത്രയോ സ്ഥലത്ത് മീറ്റിങ്ങിനും കാര്യങ്ങളും ഒക്കെ പോയിട്ടുള്ള അപ്പോ എത്രയോ പേരെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹം അത് പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. അത് ആ ഫ്ലാറ്റിൽ ചെന്ന് ഞാൻ മുട്ടി വിളിച്ച് കള്ളും കുടിച്ച് ചെന്ന് മുട്ടി വിളിച്ച് ആകെ ബുദ്ധിമുട്ടാക്കി, അവർക്ക് ആകെ ബുദ്ധിമുട്ടാക്കി. അപ്പൊ അദ്ദേഹം എൻ്റെ കൂടെ വന്ന് എൻ്റെ കാറിൽ കയറി. ഞാൻ ഈ കാർ എങ്ങോട്ടൊന്നുമില്ലാതെ എങ്ങോട്ടൊന്നുമില്ലാതെ വിട്ടുപോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് എൻ്റെ ഒപ്പം 10ാം ക്ലാസ്സിൽ എൻ്റെ ഒപ്പം പഠിച്ച ഒരു സ്റ്റുഡിയോ നടത്തുന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പൊ ഇവന്റെ ഗേറ്റിലേക്ക് വണ്ടി ഞാൻ കൊണ്ടുപോയി തിരിച്ചു കഴിഞ്ഞിട്ട് വണ്ടി മുന്നെടുക്കുമ്പോൾ അവിടെ കിടന്നൊരു ഓട്ടോറിക്ഷയ്ക്ക് ഇടിച്ചു. ഞാനത് വണ്ടി നിർത്താതെ പോയി. അപ്പൊ അന്ന് ഇദ്ദേഹം എൻ്റെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. എന്നെ കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാൻ ആലോചിക്കുക. പിന്നെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം കുടിക്കാതിരിക്കുന്നു, നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ വീട്ടിലെ ഭാര്യയ്ക്ക്, അടുത്ത സുഹൃത്തുക്കൾക്ക്, മക്കൾക്ക്, കുടുംബത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാക്കി വെച്ച ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകള് ഈ ഓരോ അനിയന്ത്രിതാവസ്ഥയുടെ ഇതിൽ ഓരോ ബുദ്ധിമുട്ടുകളും കൃത്യമായിട്ട് ഓർക്കുമ്പോൾ അതിനെങ്ങനെയാണ് ഒരു പരിഹാരം, വീട്ടിലുള്ള ചുറ്റുമുള്ളവർക്ക് എങ്ങനെയാണ് ഒരു പരിഹാരം എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്പോൺസറോട് ചോദിച്ചു എന്താണ് അതിനൊക്കെ ഉള്ളൊരു പരിഹാരങ്ങൾ. അപ്പൊ ഇതിപ്പം ഇവിടെ ഇങ്ങനെ പറയുമ്പം ഒരു പല 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 കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഒറ്റ വാക്കിൽ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്നുള്ളത് കൊണ്ട്
ഒരു കുടുംബത്തിൽ ഉണ്ടാക്കി വെച്ചുള്ള കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നാണക്കേടുകളും മാനക്കേടുകളും അവസ്ഥകളും. അതിനിടയിൽ എനിക്ക് അന്നൊന്നും തോന്നിയില്ല ഇവരൊക്കെയുള്ള ബുദ്ധിമുട്ടല്ല എനിക്ക് ക്ഷീണം, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബുദ്ധിമുട്ടുകൾ, ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെയാണ്. കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കാം ആ ഒരു കോൾ വന്നു. അപ്പൊ ഇതൊക്കെയാണ് പിന്നെ ഞാൻ ആലോചിച്ചുള്ളത്. അന്നത്തെ കാലത്ത് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ബുദ്ധി, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എന്നോട് ഇവരാരും മിണ്ടുന്നില്ല, ഞാനൊരു വിഷാദാവസ്ഥയിൽ പെട്ടേക്കുന്നു, എൻ്റെ ആരോഗ്യം നശിച്ചിരിക്കുന്നു, ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ലീവ് അനുവദിക്കും, എന്നെ മാത്രം എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എന്നെ മാത്രം ബാക്കിയുള്ളവർക്ക് ഒരു ലീവ് അനുവദിക്കാൻ പോലും ഇയാൾ കുടിക്കാൻ പോകാനാണ് ലീവ് എടുക്കുന്നത് എന്ന ഒരു കാര്യം. എല്ലാവർക്കും കടം കിട്ടുന്നു, എനിക്ക് മാത്രം 5 രൂപ ആരും തരാനില്ലാണ്ടാവുന്നു. അപ്പോൾ എൻ്റെ അന്നത്തെ വിചാരം ഞാനാണ് ബുദ്ധിമുട്ടുന്നത്, മറ്റുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടല്ല, എനിക്കിങ്ങനെ ആയിപ്പോയി. അവിടെയാണ് ആൽക്കഹോളിക് സൈനോസിൽ പതുക്കെ മദ്യാസക്തരാണ് എന്ന് സമ്മതിച്ചതുപോലെ ഓരോ എൻ്റെ രണ്ടാം പടിയിലൊക്കെ എൻ്റെ പ്രാർത്ഥന, എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് സംതൃപ്തി വേണം, സന്തോഷം വേണം, എനിക്ക് സംതൃപ്തി, എനിക്ക് സന്തോഷം, എനിക്ക് അത് വേണം, ഇത് വേണം എന്നുള്ള കടുത്ത പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. പതുക്കെ എത്രയോ സുഹൃത്തുക്കളുടെ പ്രാർത്ഥന അല്ല ഷെയറിങ്, എത്രയോ പേരുടെ തുറന്നുള്ള ഷെയറിങ്ങുകൾ, വീണ്ടും വീണ്ടും പിന്നെ എനിക്ക് ഈ പടികൾ ഒക്കെ ചെയ്യാൻ എന്നെ സഹായിച്ച സ്പോൺസറുടെ ഒക്കെ സഹായം, ഇതൊക്കെ കൊണ്ട് മാത്രമാണ് എനിക്കും ഈ പറയുന്ന 9ാമത്തെ പടി ചെയ്യണം എന്നൊരു ഒരു തോന്നലുണ്ടായത്. അത് ഏതറ്റം വരെയും ഈ ബിഗ് ബുക്കില് പിന്നെ ഇങ്ങനെ വായിച്ചു പോകുമ്പം 77ാമത്തെ പേജിൽ എന്തോ കുഴപ്പം എനിക്കുണ്ട്. ഈ ആൽക്കഹോളിക് സൈനോസിലും വന്ന ശേഷവും എവിടേക്കോ എന്തൊക്കെയോ ശരിയാവുന്നില്ല, എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട്, ഇടയ്ക്ക് ഒരു കൗതുകം നഷ്ടപ്പെടലുണ്ട്, ഇടയ്ക്ക് ചിലരുടെ വർത്താനം ഇഷ്ടപ്പെടുന്നില്ല. ഈ പറഞ്ഞ മാതിരി ചിലരൊക്കെ വന്നിട്ട് ആൽക്കഹോളിക് സൈനോസിൽ വന്നിട്ട് സന്തോഷമാണ്, സുഖമാണ് എന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല, അവർ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ആത്മീയ ആചാര്യം സംസാരിക്കുന്നതൊക്കെ അവരൊന്ന് സംസാരിക്കുന്നു. ഇവരൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നത്? എൻ്റെ മാത്രം മനസ്സെന്താണ് ഒരു കേസ് പടയ്ക്കുന്നതും, പൊട്ടിത്തെറിക്കാൻ തോന്നുന്നു, ദേഷ്യപ്പെടാൻ തോന്നുന്നു, കുറ്റപ്പെടുത്താൻ തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നൊക്കെ ഒരു 25% പോലും എൻ്റെ ഒരു ദിവസത്തെ വിലയിരുത്തലില് പലപ്പോഴും എനിക്ക് ഞാൻ വിചാരിച്ച രീതിയിലൊന്നും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ സാധിക്കുന്നു, അവർക്ക് സാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. അതിനിടയിൽ തന്നെ എനിക്ക് ആൽക്കഹോളിക് സൈനോസിനോട് പോലും ഒരു കൗതുകം നഷ്ടപ്പെടൽ വന്നു. അപ്പോഴാണ് എന്നെ ഈ പടികൾ രക്ഷപ്പെടുത്തുന്നത്. വീണ്ടും വീണ്ടും ഉള്ള വായനയിൽ ഒരു ആത്മീയ അനുഭവം ലഭ്യമാക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ട്, വ്യക്തിപരമായി എന്തൊക്കെ ഭവിഷ്യത്തുകൾ വന്നാലും ശരിയായ കാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശവും ശക്തിയും ഞങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം എന്തായാലും ഇതൊക്കെ ചെയ്താൽ മാത്രം, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു പൂർണ്ണതയൊന്നുമില്ല. പക്ഷേ ഓരോ ദിവസങ്ങളും കഴിയുന്നത്, ഇന്നത്തെ സംസാരിക്കുമ്പോൾ ഇല്ല, ഇന്നത്തെ ദിവസം എത്ര ഞാൻ ഇന്ന് ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഒരാള്, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാനൊന്നും പാടില്ല. അപ്പോഴാണ് ഇന്ന് ഞാനൊരു മറ്റേ ബുള്ളറ്റിൽ ഓഫീസിൽ പോകുന്നു. അത് ഈ ശ്രദ്ധയൊന്നുമില്ല, ഇന്നും ആ ശ്രദ്ധയൊന്നും വന്നിട്ടില്ല. കുറെ കാലത്ത് അത് സർവീസിന് വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്താലോചിച്ചിട്ടുണ്ടോ, സർവീസ് ഒന്നും ചെയ്യില്ല. അത് 10,000 കിലോമീറ്റർ എങ്ങാണ്ട് കഴിഞ്ഞു. 1 വർഷം എന്നുള്ളത് 2 വർഷം കണ്ടായി. അപ്പോൾ വണ്ടിയെ കൂടാതെ ചൂടെടുക്കുന്ന ഒരു അവസ്ഥ
സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോഴൊക്കെ ഉണ്ട്. ഉടനെ എൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു അത് ഓയിൽ മാറ്റിയേ പറ്റുള്ളൂ, അത് കഴിച്ചു നോക്കിയിട്ട് പ്രശ്നമാണ്. അങ്ങനെ അയാൾ ഞാനവിടെ ഓയിൽ മാറ്റാൻ പോകുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ വണ്ടി കണ്ടോ, പിന്നെ ഇത് 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ എൻ്റെ നിങ്ങളെയും വണ്ടികൾ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വണ്ടി എൻ്റെ വണ്ടിയേക്കാൾ 5 വർഷം കൂടെ പഴക്കമുള്ളതായിട്ടേ പറയും. സംഭവം അയാൾ പറഞ്ഞത് സത്യമായ കാര്യമാണ്. അപ്പോഴൊരു നിമിഷം എൻ്റെ മനസ്സിൽ കൂടെ അയാള് എൻ്റെ കൂടെ വരുന്നു, അയാളുടെ സുഹൃത്തിന്റെ ഷോപ്പിൽ പോയിട്ട് എന്തോ ഇവിടുത്തെ ഏറ്റവും നല്ലോണം ബുള്ളറ്റുകൾ നന്നായിട്ട് ചെയ്യുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞ് അയാള് ഓട്ടോമൊബൈൽ എഞ്ചിനീയറും കൂടെയാണ്. അപ്പം അയാളൊക്കെ പഠിച്ചിട്ട് ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത അയാൾ എൻ്റെ കൂടെ വരുന്നു, എനിക്ക് വേണ്ടി സഹായങ്ങളെല്ലാം ചെയ്തിട്ട് അയാൾക്ക് ഞാൻ എല്ലാ സ്നേഹത്തോടെ ഇരിക്കുന്ന അയാള് ഞാൻ എൻ്റെ വണ്ടി എൻ്റെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കഴുകാൻ വെള്ളവും എല്ലാ സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടും ഈ കഴുകാതെ കൊണ്ടുപോകണം ഞാൻ. പലതും മാറി വരാനുണ്ട്, പലതും ഈ മാറി വരാനുണ്ട്. അപ്പോ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ വണ്ടി കണ്ടോ, എത്ര കാരണം അയാളെ വണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ, അയാളെ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ അയാളെ ഒരു പൊടി പോലും അതിന്റെ ഒരു കുത്തു പോലും ഇല്ല. എന്റെ വണ്ടിയിൽ അയാൾ ആ ഓയിലിന്റെ അതിന്റെ ഗ്ലാസിന്റെ സാധനമൊക്കെ നോക്കുമ്പോൾ ആ ഓയിൽ കാണാനൊന്നുമില്ല. പണ്ട് കൊണ്ടുകിടന്ന പല കാര്യങ്ങളും ഇന്നും അത് മാറിയിട്ടില്ല. വണ്ടിയൊക്കെ പുതിയതൊക്കെ മേടിക്കുന്നുണ്ട്, പക്ഷെ അത് കഴുകല അതൊന്നും നമ്മൾ ഒരു സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇതില്ല. അപ്പോ വണ്ടി തന്നെ ഇപ്പൊ ഇത് വാങ്ങിയത് ഞാൻ മുന്നേ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഭയങ്കര നടുവേദന വന്നിട്ടാണ്. എന്നാൽ ഇത് കുറച്ച് വെയിറ്റ് ഉള്ളതാണ്, ഈ നടുവേദന വരില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോ ഇവിടെയാണ് അയാൾ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത്, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അയാളുടെ വിമർശനം എനിക്കിഷ്ടപ്പെട്ടില്ല. 5 മിനിറ്റ്. പക്ഷെ കുറച്ച് നേരം കൊണ്ട് എനിക്ക് മനസ്സിലായി അയാൾ പറഞ്ഞത് സത്യമല്ലേ, സത്യമാണ്. അയാൾ പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. ഞാൻ വണ്ടി കഴുകാനിട്ടാണ്, വണ്ടി കഴുകി ഓയിലൊക്കെ ഒഴിച്ചാൽ മാത്രമേ അത് ശരിയായി പോവുകയുള്ളൂ. കുറച്ച് സമയം എടുത്തു, അത് പിന്നെ ശരിയാണ്, അത് അയാൾ പറഞ്ഞതിൽ കുഴപ്പമില്ല എന്ന് എനിക്ക് മനസ്സിലാവാൻ. അപ്പൊ ആ ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരാളെ വിമർശിക്കലും ഈ പരിഹാരം എന്ന് പറയുന്നതിന് 4-ാം പടി തൊട്ട് തുടങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാഗത്തുള്ള എൻ്റെ ഏത് കുഴപ്പത്തെയാണ് ബാധിച്ചതെന്ന് നോക്കുകയും മറ്റുള്ളവര് പിന്നെ ഇനി ഞാനിപ്പോ ഒരു 9-ാം പടി എന്ന് വന്നിട്ട് ഒരാൾ 9-ാം പടി ചെയ്തിട്ടുണ്ട് എങ്കിൽ അതോട് കൂടിയിട്ട് ഞാൻ അനിലിനോട് 9-ാം പടി ഒരു പരിഹാരം ചെയ്തു, ഞാനും അവനും തമ്മിൽ പോലീസും കേസും വഴക്കും ആയതാണ്. ലാസ്റ്റ് അവനടുത്ത് ഞാൻ പോയിട്ട് എൻ്റെ അന്നത്തെ കുടിയുടെ സമയത്ത് പറ്റിപ്പോയൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു തിരിച്ചു പോന്നു. അതോട് കൂടിയിട്ടല്ല പരിഹാരം അങ്ങോട്ട് തീരുന്നില്ല. കാരണം ഞാൻ ഇനി മുന്നില് ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ ഇതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും എൻ്റെ വിലയിരുത്തലുകളും ശരിയായ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വീട്ടിലുള്ളവരോട് എന്ത് പരിഹാരമാണ് എന്നുള്ളത് ചോദിച്ചപ്പോ ഞാൻ വീട്ടിലുള്ളവരുടെ കാര്യമല്ല സ്പോർട്സോട് ആദ്യം ചോദിച്ചു, ഈ ഓഫീസിലുള്ളവരൊക്കെ എന്ത് പരിഹാരം ചെയ്യാനാ? ഓഫീസിലിപ്പോ അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ കുറെ പേരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലേ, ഓഫീസിലുള്ളവരുടെ കുറെ പേരെ പേരുകൾ ഞാൻ എഴുതി വച്ചേക്കുക. അവരൊക്കെ പിന്നെ ചില ദിവസങ്ങളിൽ എന്നോട് അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം കൊണ്ടാണ് ഞാൻ പോയി കുടിച്ചത്. അവരോടുള്ള ദേഷ്യം എനിക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു. പല ഗൂഢാലോചനകളും ഞാൻ മനസ്സിൽ നടത്തി. അവരെ എങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോ എന്നോട് ആ ലിസ്റ്റില് സ്പോൺസർ എന്നോട് പറഞ്ഞു, അവരോട് പിന്നെ നിങ്ങൾക്ക് പരിഹാരം ചെയ്യൽ എന്ന് പറയുന്നത് നിങ്ങൾ ആ ജോലി നന്നായി ശ്രദ്ധിക്കുകയും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുകയും ചെയ്യുക. അപ്പോഴാണ് അവിടെയാണ് ഈ സഹായം എന്നൊരു സാധനം കയറി വന്നത്. അപ്പോ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരാളെ ഈ പിന്നെ
ഈ ഒരു അംഗീകാരവും പുകഴ്ത്തിപ്പറച്ചിലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ കുറെ ഇപ്പൊ ഒരു പൊങ്ങച്ചോന്നൽ പലതും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. എന്റെ നേരത്തെ പറഞ്ഞ എന്റെ ചില ചില കാര്യങ്ങളിൽ നിന്ന് പോലും ഇന്ന് ഒരു കാര്യം വണ്ടി ഒരു കാര്യം ശ്രദ്ധിക്കണം, വണ്ടിയുടെ കാര്യം പറഞ്ഞ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ പോലെ എന്റെ വർത്തമാനത്തിൽ കൂടെ പലതും ഉണ്ടാകാം. നീ ഇപ്പൊ ഈ പറഞ്ഞു കേട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം, പ്രശംസിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ വെറുതെ എന്റെ വാക്കുകൊണ്ട് ഞാൻ ഒരാളെ പ്രശംസിച്ച് അയാൾക്ക് മനസ്സിലാവും ഞാൻ വെറുതെ ഉള്ളിന്റെ ഉള്ളിൽ തട്ടി പറയുന്ന കാര്യമല്ല എന്ന് മനസ്സിലാവും. അതിന് പകരം ഒരു അംഗീകരിക്കൽ എനിക്ക് കിട്ടേണ്ടത് എന്നെ ഒരാൾ താല്പര്യത്തോടെ എന്നോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, എന്നെ കണ്ടാൽ പുഞ്ചിരിക്കുന്നത് എങ്ങനെ, അയാൾ കാണുമ്പോൾ എനിക്കറിയാമല്ലോ അയാൾക്ക് എന്നോടുള്ളൊരു താല്പര്യം. ആ പുഞ്ചിരിയും ആ ഒരു പിന്നെ ഒരു പ്രകടനമാണ് ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് വരണം. അതിന് ഈ പടികളിലൂടെ വന്നേ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഈ കുടിക്കുന്ന കാലത്തും കേട്ടിട്ടുണ്ട്. ഞാൻ കുടിക്കുന്ന കാലത്ത് യോഗയ്ക്ക് പോയിട്ടുണ്ട്. യോഗയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ധ്യാനം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നല്ല മനസ്ഥിതിയായിട്ട് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും നിങ്ങൾ എല്ലാവരോടും ക്ഷമിച്ച് ഇനി മുതൽ നിങ്ങളുടെ കണ്ണുകളിലും കൈകളിലും എല്ലാം നിങ്ങളുടെ നോട്ടത്തിലൊക്കെ സ്നേഹവും ക്ഷമയുമാണ് ഇങ്ങനെ മുന്നോട്ട് വരേണ്ടത്. അപ്പൊ രാവിലെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇതിന്റെ പൂർണ്ണമായ ആവശ്യകത മനസ്സിലായെന്നറിയില്ല. ഇന്ന് കുറെ കൂടെ എനിക്കറിയാം, എനിക്ക് അങ്ങനെ ജീവിച്ചേ പറ്റുമെന്ന് എനിക്കറിയാം. ഇന്ന് കുറെ കൂടെ നേരത്തെ പറഞ്ഞ കണക്ക് പലതിലും ഒരാളുടെ വിമർശനം വരുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് കഴിഞ്ഞിട്ട് അത് മനസ്സിലാവുന്നുള്ളൂ എങ്കിൽ പതുക്കെ അത് പിടിച്ചു വരുന്നുണ്ട്. പതുക്കെ പിടിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തോന്നിയ ഒരു കാര്യമാണ് ഇപ്പോ ആൽക്കഹോൾസ് അനോണിമസിന്റെ മീറ്റിംഗിൽ തന്നെ പിന്നെ പരിഹാരം ചെയ്തതിന് ശേഷം വരുന്ന എന്റെ പുതിയ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് സ്വാതന്ത്ര്യം, എനിക്ക് സന്തോഷവും വേണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം. ആൽക്കഹോൾസ് അനോണിമസിൽ മീറ്റിംഗിൽ വന്നു, അവിടെ കൺവെൻഷൻ നടക്കുന്നു, ഇപ്പുറത്ത് ഇത് നടക്കുന്നു, അതിനെല്ലാം ശരിയില്ല, എന്താ പറയാ, കൃത്യമായിട്ട് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. എന്റെ മനസ്സിൽ തോന്നുന്നത് അത് ശരിയില്ല, ഇത് ശരിയില്ല, അവൻ അത് പറയുന്നത് ശരിയില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിൽ തന്നെ എന്തോ എന്നിൽ നിന്ന് ഇന്ന് അത് വലിയ രീതിയിൽ എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിൽ എടുത്തു മാറ്റപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു 50% പോലും ശരിയില്ലാത്ത എനിക്ക് എങ്ങനെ പറയാൻ കഴിയുന്ന തോന്നലിൽ വന്ന് അവരുടെ ഭാഗം നോക്കുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ദൂരെ നിന്നും കൊണ്ട് ഒന്നും ചെയ്യാതെ കുറെ ഡയലോഗുകൾ മാത്രം പറയുന്നു. ഇതൊന്നും കേൾക്കാതെ ഞാൻ മാറി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ 55% ശരിയാവുക, 45% ശരിയാവാത്തത് അവരും പണ്ട് പറയും അവരൊന്നും പുണ്യാളന്മാരല്ല എന്നൊക്കെ പറയും. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, അവരിലും പല കുഴപ്പങ്ങളും ഉണ്ടാവാം. ആ കുഴപ്പത്തിന്റെ കാര്യം മാത്രം ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 9ാം പടി ചെയ്യുന്നുമ്പേ തന്നെ നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ കുഴപ്പവും അവരുടെ കാര്യവും ചർച്ചയ്ക്കായിട്ടല്ല പോകേണ്ടതെന്ന് ബിഗ് ബുക്ക് എഴുതിയിട്ടുണ്ട്. അവരുടെ ഭാഗമല്ല ചർച്ച ചെയ്യേണ്ടത്. എനിക്ക് ഇതെങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്, ഞാനൊരു പുതിയ ജീവിത രീതിയിലേക്ക് കടന്നിരിക്കുന്നു, ആ ശൈലി വരുന്ന രീതിയിൽ ഞാൻ അവിടെ ആണത് കൈകാര്യം ചെയ്യുന്നത്. ആ പരിഹാരം ചെയ്യൽ അങ്ങനെയാണ്. എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകൾ ആണ് അവരോട് പറഞ്ഞിട്ട് ഞാൻ പരിഹാരം ചെയ്യേണ്ടത്. എൻ്റെ ഭാഗത്ത് ഇതിനൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇനിയുള്ള ജീവിതത്തിലും അങ്ങനെയാണ് ആവണം. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇത്തരം കുഴപ്പങ്ങളുടെ പിടുത്തത്തിലാണെങ്കിൽ എനിക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും ലഭ്യമാവില്ല. മുന്നോട്ട് ലഭ്യമായി പോകാനേ കഴിയില്ല, ലഭ്യമാകാൻ കഴിയില്ല. ഒരു കാലഘട്ടം മൊത്തം ഞാൻ സംശയം മാത്രമായത് എൻ്റെ ഇത്. ഓരോ 24 മണിക്കൂറും സംശയം മാത്രമേ. കാരണം സംശയം വരെ ഒട്ടൊരു കാരണം പറഞ്ഞാല് ഒന്നും ഇതിൽ ഫലവത്താവുന്നില്ല എന്നതുകൊണ്ടാണ്. അതിന് കാരണം എന്നിൽ പ്രവൃത്തി കുറവായിരുന്നു. ഇന്ന് ഓരോ നിമിഷവും പ്രവർത്തിച്ചേ പറ്റൂ. ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറായേ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ആ കിട്ടിയ സന്തോഷവും ആ കിട്ടിയ സ്വാതന്ത്ര്യവും എനിക്ക് അനുഭവിക്കാൻ കഴിയൂ. എന്തൊക്കെയായിരുന്നാലും കുപ്പിയിൽ നിന്ന് ഏറെ കാലമായിട്ട് കുടിക്കാതിരിക്കുന്നു എന്നൊരു സ്വാതന്ത്ര്യം കിട്ടി. എപ്പോഴും തലയിൽ കുടി എന്നൊരു ചിന്ത ഇന്ന് മാറിയേക്കുന്നു.
അവിടെ തുടങ്ങിയൊരു ഞാൻ നന്ദിയുള്ളവനാകണം. അത് ആൽക്കഹോളിക്സ് അനോണിമസിലാണ് എനിക്ക് നേടിത്തന്നിട്ടുള്ളത്. അതിനുശേഷം ഓരോ പടിയിലൂടെയും ഞാൻ ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങളിൽ 4-ാം പടി എത്തിയപ്പോഴേ മറ്റവന്റെ കുറ്റമല്ല നോക്കേണ്ടത്, എൻ്റെ കുറ്റം എന്ത്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുമ്പോഴും മറ്റവന്റെ കുറ്റം കുറെ കയറി വരുന്നുവെങ്കിൽ അവിടെ എൻ്റെ രോഗം പൂരിതമായിട്ടില്ല. എൻ്റെ രോഗത്തിന്റെ കുഴപ്പമാണ് പുറത്തേക്ക് വരുന്നത്. ആ പുറത്തേക്ക് വരുന്ന ആ കുഴപ്പത്തിനെയാണ് ഈ ആത്മീയ രോഗം എന്ന് പറയുന്നത്. അത് പ്രവർത്തിപ്പിക്കണം. 9-ാം പടിയിൽ ഞാൻ വളരെ ഇതായിട്ട് ചെന്ന് എന്നോട് തെറ്റ് ചെയ്തോ എന്നുള്ളതല്ല ഞാൻ നോക്കേണ്ടത്. എന്നെയുമായിട്ട് ഞാൻ പലർക്കും ചെയ്തിട്ടുള്ള എൻ്റെ കുടുംബം, എൻ്റെ ഓഫീസ്, മറ്റു വ്യക്തികൾ, പുറമേയുള്ള വ്യക്തികളെ എടുക്കുകയാണെങ്കിൽ ഞാൻ സത്യത്തില് ഈ മദ്യപാനം എൻ്റെ ഒപ്പം തുടങ്ങിയ പലർക്ക് പോലും ഭീകരമായ അവസ്ഥകൾ വന്നിട്ടുണ്ട്. ജീവിതം എൻ്റെ ഒപ്പം മദ്യപാനം തുടങ്ങി ജീവിതം പരിപൂർണമായിട്ടും അലങ്കോലപ്പെട്ടു പോയ, പലപ്പോഴും ഞാൻ കുടിക്കാൻ വരെയും ഞാനൊരു കാരണമായിട്ടുള്ളവർ പോലും ഇന്ന് കുടിച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രശ്നം ഇവിടെ കയറി വരുന്നത്. ഈ 9-ാം പടി സ്പോൺസറുടെ ഒപ്പം ഈ 1-2 പടികളായിട്ട് ചെയ്തു വന്നപ്പം പലതിനും ഒരു സംതൃപ്തി നേരിട്ടു. എങ്കിൽ പോലും പിന്നെയും തോന്നിയിട്ടുണ്ട് ഇതൊന്നും കൂടെ ആദ്യം കൂടി ചെയ്തു വരണം. അത് പലർക്കും ചെയ്തു വരണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ പണ്ട് ചെയ്യുന്ന മാതിരിയില്ല. പണ്ട് ഓടിപ്പോയിട്ട് ഇടയ്ക്കൊരു പരിഹാരം ചെയ്യുന്നത് അതിനേക്കാളും ഉപകാരപ്പെട്ടിട്ടുള്ളത് ഈ ഒരു രീതിയിൽ സ്പോൺസർ 1, 2, 3 പടികൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ചിട്ടയായ രീതിയിൽ ചെയ്തപ്പോൾ തന്നെ എങ്കിൽ പോലും ചില കാര്യങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ഒരു കാര്യം കിടക്കുന്നത് ഈ ഒരു തരം ആലോചനയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞാല്, എന്നും എൻ്റെ ഒരു ആലോചനയിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നം പറഞ്ഞാല് ഞാൻ മാത്രം അങ്ങനെ അങ്ങ് ഒതുങ്ങി കൊടുക്കണം. ഇതൊരു വിഷയമാണ്. കുറേ കാലം ഞാൻ കൊണ്ടുവരുന്നൊരു കാര്യമാണ്. ഒരു ഏകാന്തമായിരുന്ന ആലോചനയിൽ മൊത്തം എൻ്റെ ഒരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അതിങ്ങനെ അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറെ കാലം കൊണ്ട് മനസ്സിലായി എനിക്ക് എന്നോട് അങ്ങോട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഞാൻ മറ്റുള്ളവരായിട്ട് ഇങ്ങനെ വിലയിരുത്തുക ചെയ്യാം. അയാൾ തന്ത്രപൂർവ്വം അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞു. കാരണം എന്തൊരു കാര്യം പറയുമ്പോഴും പൊതുസമൂഹത്തിലെയും ചിലരുടെയൊക്കെ കൂടെ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിന് ഇങ്ങനെയും ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സഹായം ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആ ഒരു സഹായത്തിന്റെ കാര്യത്തിൽ പോലും അവിടെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതില് നിങ്ങൾക്ക് ഇങ്ങനെ വരും, നിങ്ങളെ പലരും ഉപയോഗിക്കും. ഇതൊന്നുമില്ല. ഇതൊക്കെ വിവേകപൂർവം, ഇതൊക്കെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ മനസ്സിന്റെ ചില കുഴപ്പങ്ങളാണ്. ആരോടെങ്കിലും ഒന്ന് ക്ഷമിച്ചു കൊടുത്തിട്ട് ആദ്യകാലങ്ങളിൽ വന്നിരുന്ന് ആലോചിക്കും, മുന്നോട്ടുള്ള ജീവിതത്തിന് വിജയം കിട്ടണമെങ്കിൽ ഞാൻ അവിടെ ഇടിച്ചു കയറി ചിലത് ചെയ്തേ പറ്റും. ഇത്തരം കുറേ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പോയി കിട്ടാൻ എടുക്കുന്ന ഒരു കാലതാമസം. ആ കാലതാമസമാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ പടികളെയും എൻ്റെ കണ്ടെത്തലുകളെയും ഏറെക്കാലം ഇങ്ങനെ മുന്നോട്ട് കൂട്ടിക്കൊണ്ടു പോവുക. മുന്നോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഇവിടെ എൻ്റെ ചോദ്യങ്ങൾ ഇപ്പോ ഈ പറയുന്ന കൺവെൻഷനുകളിലോ മറ്റ് ഏതെങ്കിലുമൊക്കെ സ്പീക്കർ മീറ്റിങ്ങുകളിലോ ഒക്കെ പണ്ടുകാലത്ത് ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ കാര്യം ഈ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഈ പരിപാടി അത് അങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, എനിക്കന്ന് സ്പോൺസറും ഇല്ല,
പടി 9 ചെയ്യുന്നു, അടുത്ത ദിവസം 4-ാം പടി ചെയ്യാൻ ആലോചിക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൈയും കണക്കുമില്ല. അവിടെ ഇപ്പൊ അതിലൊരു കാര്യം, എന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വന്നത് ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോ അതും അതിന്റെ സംശയങ്ങളും എന്ന് പറയുന്ന ഇതുമായിട്ട് എന്റെ പണ്ടത്തെ സംശയങ്ങളല്ല ഇതുമായിട്ട് ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആൽക്കഹോൾ സയൻസിൽ ഇന്നും ചില പിന്നെ അതേപോലുള്ള ചില ഇപ്പൊ ഇവര് സുഹൃത്തുക്കളൊക്കെ ഇത്തരം വിപുലമായ ചില സംശയങ്ങളൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ എൻ്റെ അന്നത്തെ കാലത്തെയാണ് ഓർക്കുന്ന ഏക കാര്യം. ഇന്ന് ഞാനത് നിർത്താൻ പോകുമ്പം എനിക്ക് ഒരു കാര്യം, ദൈവികമായ ഒരു അനുഗ്രഹം കൊണ്ട് ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഒരു നിമിഷം പോലും കുടുംബത്തിലോ മറ്റുള്ളവർക്കോ എപ്പോഴും ശേഷോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഒരാൾ ചോദിച്ചാൽ ഞാൻ ഇനി എന്തൊക്കെ ആയാലും അയാൾക്ക് പുരോഗതി ഉണ്ട് എന്ന ഉത്തരം തന്നെയാണ് അവർ പറയുന്നത്. അത് അവരുടെ വാക്കുകളിലും മുഖത്തും കണ്ണുകളിലും ഒക്കെ വ്യക്തമാണ്. ആൽക്കഹോൾ സയൻസിന്റെ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ ഒരു സ്വാതന്ത്ര്യം വീണ്ടും സ്വാതന്ത്ര്യവും സന്തോഷവും വീണ്ടും മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞാൽ, ആദ്യം കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഭയം കുറയുക മാത്രമല്ല, ആൽക്കഹോൾ സയൻസിലെ സുബോധത്തിന്റെ പുരോഗതി പോലെ തന്നെയാണ് ആൽക്കഹോൾ സയൻസിന്റെ ഈ സ്വാതന്ത്ര്യവും ഈ പറയുന്ന സന്തോഷവും. അത് നിലവിൽ നിന്നുകൊണ്ട് തന്നെ ആ സന്തോഷത്തിന് പണ്ടൊരു തുള്ളിച്ചാട്ടവും കള്ളു കുടിക്കാനും ഉച്ചത്തിലുള്ള കുറെ അട്ടഹാസങ്ങളും സന്തോഷവും മുഴക്കലും മാത്രമായിരുന്നെങ്കിൽ, ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു സന്തോഷത്തെയും സ്വാതന്ത്ര്യത്തെയും ഉള്ളിന്റെ ഉള്ളിൽ വച്ച് നിയന്ത്രിതമായ രീതിയിൽ ഒരു ദൈവിക അനുഗ്രഹമാണെന്ന് ഓർത്തുകൊണ്ട് അത് ആസ്വദിക്കാൻ കഴിയുന്ന ഇത് ആൽക്കഹോൾ സയൻസിൽ ഏതൊരു ഏകാനും ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതിന് സ്പോൺസറും പടികളും പരിപൂർണമായും ആവശ്യമാണ്. ഒരാൾക്കെങ്കിലും ഈ പടികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൽക്കഹോൾ സയൻസിലൂടെയുള്ള ഈ യാത്രയിൽ ചിലപ്പോൾ അവർക്കതൊരു വിഷയം ആയിരിക്കില്ല. എന്നെപ്പോലുള്ള ഒരു മദ്യാസക്തനും ഇത് ആവശ്യമാണെന്ന് വീണ്ടും എനിക്ക് പറയാൻ തോന്നുകയാണ്. അത് തന്നെയാണ് ഇത്തരം നിരന്തരമായി നടക്കുന്ന ജ്വാല മീറ്റിങ്ങിലൂടെ നിരന്തരമായി സുഹൃത്തുക്കള് സ്പീക്കർ മീറ്റിങ്ങിൽ സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ കുടിനിർത്തലും അതോടൊപ്പം തന്നെ ഈ ആത്മീയ ജീവിത രീതിയെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ നല്ല കാര്യങ്ങളാണ് ലഭ്യമാകുന്നത്. അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ജ്വാല ഗ്രൂപ്പിന് വലിയ രീതിയിലുള്ള ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.